വെൽക്കം ബാക്ക് എവറിബഡി. നവനീത ക്രിയേഷൻസിൻ്റെ വേറൊരു മൊബൈൽ സ്ട്രീമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് വെൽക്കം. നമ്മളിന്ന് മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള മൊബൈൽ സ്ട്രീം ലെവലിലുള്ള ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ നൈസ് ഗെയിം. ഐ ഫീൽസ് ലൈക്ക് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അത്യാവശ്യം ഗ്രാഫിക്സ്. നമ്മൾ നേരത്തെ കാറക്സ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിലേക്കാൾ കുറച്ചുകൂടെ ഗ്രാഫിക്സിന് കുറവാണ്, പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ലൈക്ക് ഡ്രോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി റിവാർഡ്സ് ഉണ്ട്. നിലവിൽ എൻ്റെ ഇരിക്കുന്നത് ഹോണ്ട സിവിക്കാണ്, ടൈപ്പ് ആർ ഹോണ്ട സിവിക്. ഇതിപ്പോൾ ട്യൂൺഡാണ്, കുറച്ച് ബോഡി ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. മാത്രമല്ല ഫൊറോസ റൈസറിൻ്റെ കൂട്ട് നമുക്കിതിനകത്ത് ഒരുപാട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. കാർ എക്സ്ട്രേറ്റിൽ നമുക്കത് കാണാം. പല രീതിയിലുള്ള വെഹിക്കിൾസ്, നമ്മൾ പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പല രീതിയിലുള്ള ജോലികളുണ്ട്. ഇതിൽ നിലവിൽ ടാക്സി ഡ്രൈവും ഫാസ്റ്റ് ടാക്സിയും ട്രക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അങ്ങനെ പൈസ ഉണ്ടാക്കുക, വാഹനങ്ങൾ ഇതുപോലെ നിരവധി ടൈപ്പ് വാഹനങ്ങളുണ്ട്. അതുപോലെ വാൻ പോലുള്ള വാഹനങ്ങൾ, ഹമ്മർ, അതുപോലെ നമ്മുടെ ഡോഡ്ജിയുടെ ഒരു ചലഞ്ചർ ടൈപ്പിലുള്ള നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ടൊരു വാഹനം. ഫോർഡിൻ്റെ വാഹനമുണ്ട്. അതുപോലെ വിവിധ തരം വാഹനങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസിൽ നിലവിൽ എനിക്ക് 221, എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ബട്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ പഴയ ടൈപ്പ് മോഡലുകളും റോഡ്സ്റ്റർ അതുള്ള പല വെഹിക്കിളുകളും അവൈലബിൾ ആണ്. ഇതുപോലൊരു പിക്കപ്പ് ട്രക്കുകളുണ്ട്, ക്യാബിനൊക്കെ ഉള്ളത്. ബസ്സുകളുണ്ട്, 2 ടൈപ്പിലുള്ള ബസ്സുകൾ. അത്യാവശ്യം നീളമുള്ളൊരു ബസ്സുണ്ട്. സാധാ നമ്മൾ ലൈൻ ബസ്സുകളൊക്കെ ആണല്ലോ, അതുപോലത്തെ ബസ്സുകളും അവൈലബിൾ ആണ്. ഞാൻ പക്ഷേ അടുത്തത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രക്കുകളാണ്. ഏതെങ്കിലും ഒരു ട്രക്ക് വാങ്ങിക്കുക, അപ്പോൾ കുറച്ചുകൂടെ ക്യാഷ് കിട്ടും. അപ്പോൾ നമുക്കിതുപോലുള്ള ഏതെങ്കിലും വാഹനങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കുകയും ചെയ്യും. ടാക്സി വെച്ചിട്ടങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, നിങ്ങൾ പൈസ കിട്ടുമ്പോൾ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിച്ചിടുക, കാറുകൾ വാങ്ങിച്ചിടുക. നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ആദ്യമേ സൂപ്പർ കാറുകൾ വാങ്ങിച്ചിടുന്നതിന് പകരം കുറച്ച് ക്യാഷ് സമ്പാദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഇത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് സൂപ്പർ കാറുകൾ നമുക്ക് വാങ്ങിക്കാമല്ലോ. നമ്മുടെ ഒറ്റൊരു വ്യക്തിയാണ്, എല്ലാം കൂടെ വാങ്ങിച്ചിട്ടും കാര്യമില്ല. അത് റിയൽ ലൈഫിലാണെങ്കിലും ശരി, ഗെയിമുകളിലാണെങ്കിലും ശരി. അതുപോലെ ഇതിനകത്ത് സൂപ്രയുടെ മാർക്ക് 5 അവൈലബിൾ ആണ്. BMW വാഹനങ്ങളും അവൈലബിൾ ആണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ A ക്ലാസ്സും അങ്ങനെയുള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ട്രക്കുകൾ, പിക്കപ്പ് ട്രക്കുകൾ, ഫോർഡിൻ്റെ ട്രക്കുകൾ, ഇതുപോലുള്ള ട്രക്കുകൾ, ഹെലിക്സ്, ടൊയോട്ട ഹെലിക്സ് അവൈലബിൾ ആണ്. ഇത് പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ. ബ്രോങ്കോ അങ്ങനെയാണെന്ന് എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മെഴ്സിഡീസ് ബെൻസിൻ്റെ ഡബിൾ ആക്സൽ വർക്കുകളും അവൈലബിൾ ആണ്. G-Wagonൻ്റെ കൂട്ടുള്ള ഡബിൾ ആക്സൽ വർക്കുകളും ഉണ്ട്, നിലവിൽ അങ്ങനെ ഉള്ളതാണ്. പിന്നെ SL ക്ലാസ് ബെൻസ്, അതുപോലെ വൈപ്പർ, ഫെറാറി, റോൾസ് റോയ്സ്, ബെൻലി, ജീപ്പ്, മെക്ലാറിൻ P1 ആണെന്ന് തോന്നുന്നു. മെക്ലാറിൻ P1 720. ഇതൊരു റയർ പീസാണ്. ഇതെല്ലാം അവൈലബിൾ ആണ്. വേറോണും ഷീറോൺ സൂപ്പർ സ്പോർട്ടിയും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ട്.
ഇത് കോണിസെക് അഗേര ആർ ജസ്കോ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ വാഹനത്തിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് പെഗാനിയുടെ വാഹനങ്ങളാണ്. ഫോർമുല റേസ് വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ട്രക്ക്, കാസ്, കൂടുതലും സൂപ്പർ കാസൊക്കെയാണ്. പിന്നെ ബസ്സുകൾ, ട്രക്കുകൾ. അപ്പോൾ ഞാൻ ഇതിനെ അത്യാവശ്യം ഒന്ന് മോഡിഫൈ ചെയ്ത്, ഇതൊരു V8 ചിപ്പ് ട്യൂൺഡ് ട്വിൻ ടർബോയാണ്. ട്വിൻ ടർബോ വർക്കിലാണ്. ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ പുതിയൊരു വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് പഴയതും പുതിയതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇതാണ്. നമുക്ക് ഗരാഷിലോട്ടൊന്ന് പോവാം. അവിടെ എന്തൊക്കെ കാണും എന്നറിയാം. കാർ അപ്ഗ്രേഡ് പോയാൽ മതി. എക്സ്റ്റീരിയർ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്നത്. മറ്റേ വാപ്സും കളറ് മാറ്റുക, അതുപോലെ നെയിം ബോർഡ് ഡിസൈൻ ചെയ്യുക. ഫ്ലാഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. പല രീതിയിലുള്ള ഫ്ലാഗ്സുകൾ അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഫ്ലാഗ്സുകൾ വാങ്ങിക്കാം. അല്ല, എനിക്കൊരു കോയിൻ പോലും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. പിന്നെ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല തൽക്കാലം. ഇന്ത്യൻ്റെ ഫ്ലാഗ് അടക്കമുണ്ട് ഇവിടെ. അതുപോലെ വ്യത്യസ്ത തരം സ്പോട്ട് ലൈറ്റ്സ് നമുക്ക് പൊസിഷൻ ചെയ്ത് വെക്കാം. ഫ്രണ്ടിൽ പല സൈഡിലായിട്ട് അലോയ് വീൽസ്, അതുപോലെ അലോയ് വീൽസ് ഉണ്ട് പല രീതിയിലുള്ള. ഞാൻ അലോയ് വീൽസ് മാറ്റിയതാണ്. അതിൻ്റെ അലോയ് വീൽസ് മാറ്റുക, കളർ കൊടുക്കുക, സൈസ് കൂട്ടുക, കുറയ്ക്കുക, ടയറിന് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീൽ സൈസ് കൂട്ടാം, ഫ്രെയിം സൈസ് കൂട്ടാം, അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സാണ് ഇവിടെ അവൈലബിൾ ആകുന്നത്. ടയറിൽ ടെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. വീൽസ്, ഇവിടെ മെയിനായിട്ടുള്ള 5 കാറ്റഗറിയാണുള്ളത്. എക്സ്റ്റീരിയർ, ട്യൂണിങ്, ഗിയർ ബോക്സ്, സസ്പെൻഷൻ, COG. എൻജിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. COGയിൽ വരുമ്പോഴാണ് നമ്മൾ പറയുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഫ്രണ്ട് ബാക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സസ്പെൻഷൻ, റിം സൈസ്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് വാഹനത്തിൻ്റെ. ഇതൊക്കെ ചേഞ്ച് ചെയ്യുക. അത് COG സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇനി അധികം വെയിറ്റ് ചെയ്യണം, നമുക്ക് ഓരോരോ മെഷീനുകളായിട്ട് ചെയ്യാം. ബാക്കിയുള്ളത് വഴിയെ പറഞ്ഞുതരാം. സ്റ്റാർട്ട് എന്ന് പറയുന്ന 3 സെക്ഷന് കാണാം. നമുക്ക് ലെവൽസ്, സിംഗിൾ പ്ലെയർ, ഓൺലൈനായിട്ട് നമുക്കിത് കളിക്കാൻ സ്ട്രീം ചെയ്യാം. നമ്മൾ സിംഗിൾ പ്ലെയറിൽ പോയി അവിടുന്ന് ഏത് സിറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത്, സിറ്റി വേണോ, ഹൈവേ വേണോ, ഡെസേർട്ട് വേണോ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. കണ്ടില്ല, സകലമായ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് സെൻറ്ററിൽ വന്ന് വണ്ടി നിൽക്കുന്നതായിരിക്കും, റീപൊസിഷൻ ചെയ്യുന്നതായിരിക്കും. അവിടുന്ന് രണ്ടാമത്തെ ഓപ്ഷൻ റേസിങ്ങിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ചെക്കനെ ഒന്ന് ചൂടാക്കിയാലോ. ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് വരുന്നത് ക്രൂസ് കൺട്രോൾ മോഡാണ്. മിനിമം 10 കിലോമീറ്റർ എങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. 10 കിലോമീറ്റർ മുതലാണ് സെറ്റ് ചെയ്യേണ്ടത്. 9 കിലോമീറ്റേഴ്സ് സെറ്റ് ആവില്ല, 10 കിലോമീറ്റേഴ്സ് മുതലാണ് സെറ്റ് ആവുക. രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ ഓപ്ഷൻ അത് റോഡിൻ്റെ ഒരു പെർട്ടിക്കുലർ ലൈൻ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സ്മൈലിയുടെ ഫേസ് സെലക്ട് ചെയ്തിട്ടാണ് പലതരം ഇമോജീസ് വരും. അത് നമ്മളുടെ ഒരു എക്സ്പ്രഷൻ
കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാട്സപ്പിൽ ഇടുന്നത് സ്മൈലിയുടെ എഫക്റ്റ് തന്നെ. പിന്നെ തൊട്ടിപ്പുറത്തുള്ള ഓപ്ഷൻ പാസിംഗ് എന്നുള്ളതാണ്, പാസിംഗ് മോഡാണ്. അത് പ്രസ് ചെയ്യുമ്പോൾ ഹോണും ഉണ്ടാവും ലൈറ്റും ഉണ്ടാവും ഒരേ സമയത്ത്. അതുപോലെ നമുക്ക് GTA ഗെയിമിൽ കാണുന്നതിൻ്റെ കൂട്ടുള്ള ഒരു മൊബൈൽ, ഇതുപോലെ മൊബൈൽ കാണും. അതിനകത്താണ് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉള്ളത്. ഡ്രൈവർ ക്യാരക്ടർ ഇപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ജോലി കയറാൻ പോവുകയാണ്. ശേഷം വെള്ളിത്തിരയിൽ ആത്മാർത്ഥത കൊണ്ട് ഞാൻ വേറെ ആരെയും പണിക്ക് വെച്ചിട്ടില്ല. പുള്ളി 24 മണിക്കൂറും ജോലി ചെയ്തോളും. അതുകൊണ്ട് പുറത്തുനിന്ന് വേറൊരു ഡ്രൈവറിനെ ഞാൻ വെച്ചിട്ടില്ല. പുള്ളിയാണ് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ചെയ്യുന്നത്. വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമുക്ക് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ ഇത് എവിടെയെങ്കിലും ഇടിക്കുകയോ പോലെ ചെയ്ത് കഴിഞ്ഞാൽ സൗന്ദര്യമൊക്കെ പോകത്തില്ലേ. അപ്പോൾ അതിനു വേണ്ടി ഗരാഷുകളുണ്ട്, ഇതുപോലുള്ള ഗരാഷുകളുണ്ട്. അവിടെ നമ്മൾ പോയി നേരെ കൊണ്ടു ചെന്നാൽ മതി. കാർ റിപ്പയറൊക്കെ അവർ ചെയ്തോളും ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ പല ഗരാഷുകളുണ്ട്, പെട്രോൾ പമ്പുകളുണ്ട്. ഇതിനിടയ്ക്ക് പെട്രോൾ തീരും, എന്തായാലും തീരും. അവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. പെട്രോൾ അടിക്കണമെങ്കിൽ അവിടെ കൊണ്ട് ചെന്ന് നിർത്തിയിട്ടാൽ മതി. സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. പെട്രോൾ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ റൈറ്റൊക്കെ ചെയ്യാൻ അപകടം വരത്തിട്ടാണ്. ഗെയിമില്ല, എന്ത് പേടിക്കാനാ. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവാം. പൈസയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടാണ്. ഡ്രിഫ്റ്റ് മോഡിൽ തന്നെ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. പെർഫോമൻസ് ഒക്കെ റെയർ വീലാണ് ആക്റ്റീവ് ആവുന്നത്. മുകളിൽ വലത്തുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് വാഹനത്തിൻ്റെ മോഡുകൾ സ്വിച്ച് ചെയ്യാനും TCS ABS പോലുള്ള കാര്യങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാനും സ്വിച്ച് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഗ്രാഫിക്സ് ആണെങ്കിലും ഇൻ്റർഫേസുകളാണെങ്കിലും. ഗ്രാഫിക്സിൽ വരുമ്പോൾ റെസൊല്യൂഷൻസ്, ക്വാളിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നൈറ്റ് വേണോ, ഡേ വേണോ, ഈവനിങ് വേണം. ഇതാണ് നൈറ്റ് വിഷൻ, നൈറ്റ് മോഡ്. ഇൻ്റർഫേസ് ഉള്ള ഓപ്ഷനിലാണ് ആരോസ് വഴിയാണോ, വീൽ വഴിയാണോ, ടെൻറ്റ് വഴിയാണോ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതും. സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് വരുന്നു. വാഹനത്തിൻ്റെ സൗണ്ട്, സറൗണ്ടിങ് എഫക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെയാണ് നേരത്തെ ഒരു മൊബൈലിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതിലാണ് ഡ്രോണുകൾ, ഏത് രീതിയിലുള്ള ജോബുകൾ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്രോണിൻ്റെ സഹായം ഇല്ലാതെയും ചില രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. അതിലുള്ള ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ക്യാമറ, പല ആംഗിളുള്ള ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇത്. ഇങ്ങനെ പാൻ ചെയ്ത് പോകാനും പുറകിലോട്ട്, മുമ്പിലോട്ട്, സൈഡിലോട്ടൊക്കെ കൊണ്ടുപോകാനും നമുക്ക് ഇതിനകത്ത് പറ്റും. അപ്പം നമുക്ക് ഇനി അധികം സമയം വേസ്റ്റ് ചെയ്യാതൊരു ടാസ്ക് അങ്ങ് ചെയ്തേക്കാം. ചെറിയൊരു ടാക്സി ഡ്രൈവ്.
അപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കുന്നു. അതിൽ കാണിച്ചേക്കുന്ന ടൈം, കിലോമീറ്റേഴ്സ്, പ്രൈസ്, ഇതിനനുസരിച്ച് ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കാണുന്നത് GPS ഫ്രണ്ട് വീൽ ഡ്രൈവിലിടാം. ഈ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളതാണ്. കാരണം ഒരാളെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലയൻറ്റ്. അയാളെ എത്രയും പെട്ടെന്ന് വിത്തിൻ 40 സെക്കൻഡ്സ് അയാളെ ക്യാച്ച് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എത്രയും പെട്ടെന്ന് അടുത്തെത്തി. 28 സെക്കൻഡ് ഇവിടെ ഉള്ളൂ. 25 സെക്കൻഡ് നമ്മൾ എത്തി. ഇനി അയാളെ 2 മിനിറ്റ് ഇല്ല, 1 മിനിറ്റ് കൊണ്ട് ഇയാളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ 1 മിനിറ്റ് 16 സെക്കൻഡ് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിലും കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു ടാസ്ക് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുന്നതാണ്. സോ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് ഈ ഒരൊറ്റ ടാസ്കേ കൊള്ളാവുന്നേ ഉള്ളൂ. ഒരു പുതിയൊരു വേർഷൻ വരുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ കുറച്ചുകൂടെ ബെറ്റർ ടാസ്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഈ വേർഷനിൽ ഈ ഒരു കൊള്ളാവുന്ന ഒരു ടാസ്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ട്രക്സിൻ്റെ ഒരു സെക്ഷനുണ്ട്, അത് ഞാൻ നിങ്ങളെ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഓക്കെ, വേറൊന്നുമില്ല. സോ once again friends, this is Vishnu Prasad and I'm signing out from Navanita Creations. Thank you.